ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ തിയറിയിൽ ബാക്കി വെച്ച കുറച്ച് പോർഷൻസ് ഇപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അത് 2-3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാനത് ഓഫ്ലൈനിൽ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ടോപ്പിക്സാണ്. ഇനിയിപ്പോൾ ഓഫ്ലൈനിന് യാതൊരു സാധ്യതയില്ല തൽക്കാലം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ ടോപ്പിക്ക് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ പോർഷനും കൂടിയാണ്. ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളിൻ്റെ അഥവാ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ആ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ആ സെറ്റപ്പിനെയാണ് നമ്മൾ IID സെറ്റപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു റാൻഡം സാമ്പിളാണ്. റാൻഡം സാമ്പിൾ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റാൻഡം വേരിയബിൾസും ഇൻഡിപെൻഡൻറ്റുമാണ്, ഐഡൻറ്റിക്കലുമാണ്. അതുകൊണ്ട് അതിന് നമുക്കൊരു റാൻഡം സാമ്പിൾ എന്ന് പറയാവുന്നതാണ്. ഈ റാൻഡം സാമ്പിളിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് x1 x2 എക്സെട്ര xnനെ ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം, രണ്ടാമത്തെ മിനിമം രണ്ടാമത്, മൂന്നാമത്തെ മിനിമം മൂന്നാമത് എന്ന രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ വി വിൽ കോൾ ദിസ് x1 x2 എക്സെട്ര xn ആസ് y1 y2 y3 എക്സെട്ര yn in such a way that y1 y2 etc. yn is a arrangement of the same random sample x1 x2 etc. xn in ascending order. അതുകൊണ്ട് തന്നെ ഓർഡറിൽ അസൈൻ ചെയ്ത് വരുന്ന റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് x1 x2 etc. xn denotes independently and identically distributed random variables, probably from a distribution with the PDF f of x, or equivalently the cumulative distribution function f of x. Then y1 y2 etc. yn such that y1 less than or equal to y2 less than or equal to yn. This arrangement is called order statistics associated to independently and identically distributed random variables x1 x2 etc. xn. Okay, then surely each yi, that is y1 y2 y3 etc. yn, are functions of the random sample x1 x2 etc. xn. Therefore those things are called, that is y1 y2 y3 etc. are called statistics. Okay, and these statistics are obtained by ordering the original set of random variables x1 x2 etc. xn, and therefore y1 y2 y3 etc. yn are called order statistics. Okay, you can see that y1 y2 etc. yn are defined in this way. y1 is equal to minimum of x1 x2 etc. xn, then y2 equal to second minimum of x1 x2 etc. xn, y3 is equal to third minimum of x1 x2 etc. xn, and so on, and finally yn equal to maximum of x1 x2 etc. xn. Okay, and this order statistics, some authors utilize another notation x1 x2
etc. xn to denote this y1, y2, etc. yn. While doing some problems, we ourselves use x1, 1 in parenthesis, x2, 2 in parenthesis, etc. xn, n in parenthesis to denote order statistics. So we will use this notation y1, y2, etc. yn or x1, x2, etc. xn in order to denote the order statistics. Okay. Then we will now find the distribution of nth order statistic, that is maximum. And similarly, we will find the distribution of minimum also. Okay. ഇവിടെ നമ്മൾ ആദ്യം ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയറക്റ്റ് പ്രൊസീജിയറാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വൈ എന്നിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് yn, what is yn? yn is the nth order statistic or maximum of the random variables x1, x2, etc. xn. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വൈ എന്നിൻ്റെ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. വി അസ്യൂം ദാറ്റ് x1, x2, etc. xn are continuous random variables. Okay, and for continuous random variables you can find the probability density function PDF by differentiating the CDF, cumulative distribution function. So first we find the cumulative distribution function, which is denoted by Fyn of y. സഫിക്സിൽ വൈ എൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വൈ എന്നിൻ്റെ സി ഡി എഫ് ആണെന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എഫ് വൈ എൻ ഓഫ് വൈ? ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു probability that yn less than or equal to y. What is yn? Yn is maximum of x1, x2, etc. xn. So probability that yn less than or equal to y is equal to probability that maximum of x1, x2, etc. xn that is less than or equal to y, and that is equal to probability that x1 less than or equal to y and x2 less than or equal to y, etc. xn less than or equal to y. ആ സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്? മാക്സിമം ഓഫ് x1, x2, etc. xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണ്. അതായത് x1, x2, etc. xn എന്നുള്ള റാൻഡം വേരിയബിളിൻ്റെ മാക്സിമം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി എല്ലാ എക്സൈസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആയിരിക്കും. അതുകൊണ്ട് probability that maximum of x1, x2, etc. xn less than or equal to y is equivalent to x1 less than or equal to y, x2 less than or equal to y, etc. xn less than or equal to y. Okay. ഇനി x1, x2, etc. xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ പ്രോബബിലിറ്റിയെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദി പ്രോബബിലിറ്റീസ് എന്നെഴുതാം. അതായത് probability of x1 less than or equal to y and x2 less than or equal to y, etc. xn less than or equal to y is nothing but probability that x1 less than or equal to y into probability that x2 less than or equal to y into etc. probability that xn less than or equal to y. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. ഇനി ഐഡൻറ്റിക്കലുമാണ്, അതുകൊണ്ട് ഈ പ്രോബബിലിറ്റീസൊക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വലാണ്. ഓരോ പ്രോബബിലിറ്റിയും എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സൈസ് വിത്ത് ആർഗ്യുമെൻറ്റ് y. ആൻഡ് സിൻസ് എക്സൈസ് ആർ ഹാവിങ് ദി സെയിം ഡിസ്ട്രിബ്യൂഷൻ, യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. ദിസ് റെപ്രസെൻറ്റ് പ്രോഡക്റ്റ് ഓവർ i ഈസ് ഈക്വൽ ടു 1 to n into fxi of y, which is nothing but f of y, that is fx of y. fx of y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ദാറ്റ് ടു ദി പവർ ഓഫ് എൻ, കാരണം എൻ ടൈംസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് എൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദർഫോർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് എക്സ് ഓഫ് വൈ ടു ദി പവർ ഓഫ് എൻ. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി. അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ എന്നിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ടു ദി പവർ ഓഫ് എൻ. ഓക്കെ, ഇനി കമ്മ്യൂട്ടേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് കിട്ടുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടുന്നു. അപ്പോൾ ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? സ്മോൾ എഫ് ഓഫ് വൈ. വൈ എൻ സ്റ്റാൻഡ്സ് ഫോർ ദി റാൻഡം വേരിയബിൾ ഫോർ വിച്ച് ദി ഡെൻസിറ്റി ഈസ് ഡിറ്റർമിൻഡ്. എഫ് വൈ എൻ ഓഫ് വൈ എന്ന് പറയുന്നത് ഡി ബൈ ഡി വൈ ഓഫ് എഫ് എക്സ് ഓഫ് വൈ ടു ദി പവർ ഓഫ് എൻ ആണ്. അതിവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എഫ് എക്സ് ഓഫ് വൈ ടു ദി പവർ ഓഫ് എൻ ആണ്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എൻ ടൈംസ് എഫ് എക്സ് വൈ ടു ദി പവർ ഓഫ് എൻ മൈനസ് വൺ ഇൻ ടു ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. എഫ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സ്മോൾ എഫ് എക്സ് ഓഫ് വൈ ആണ് കിട്ടുക. കാര്യം എഫ് എക്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിഫറൻഷ്യൽ സി ഡി എഫ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും. ദർഫോർ യു ഗെറ്റ് എൻ ഇൻറ്റു എഫ് എക്സ് വൈ ടു ദി പവർ ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു എഫ് എക്സ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമത്തിൻ്റെ ഡെൻസിറ്റി. ഞാൻ ആദ്യം ഇതിൻ്റെ തിയറി പാർട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. അതായത് എഫ് വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് എക്സ് ഓഫ് വൈ ടു ദി പവർ ഓഫ് എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് വൈ. ഇതിൽ എഫ് എന്ന് പറയുന്നത്, അതായത് എഫ് എക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ റാൻഡം വേരിയബിളിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അതുപോലെ ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് വൈ എന്ന് പറയുന്നത് ഒറിജിനൽ റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. അതായത് ഈ ഒറിജിനൽ റാൻഡം വേരിയബിൾസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അറിയാമെങ്കിൽ നമുക്ക് മാക്സിമത്തിൻ്റെ ഡെൻസിറ്റി ഡയറക്റ്റായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ഈ ഫോർമുല ഓർത്ത് വെക്കുക. ഇത് മാക്സിമത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതേപോലെ തന്നെ നമുക്ക് മിനിമത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാണാം. We will find now the distribution function of minimum of x1, x2, etc. xn. ഇതിന് ഇതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ നമ്മൾ ചെറിയ ഒരു മാനിപ്പുലേഷൻ നടത്തുന്നു എന്ന് മാത്രം. എന്താണ് ആ മാനിപ്പുലേഷൻ നോക്കുക. എഫ് വൺ ഓഫ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് വൺ വൈ വൺ. What is it? It is equal to probability that y1 less than or equal to y. ഇവിടെ y1 എന്ന് പറയുന്നത് നമുക്കറിയാം മിനിമം ഓഫ് x1, x2, എക്സെട്ര xn ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് നേരത്തതുപോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാണുന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് y1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് y1 ഗ്രേറ്റർ ദാൻ y. ഇനി y1 എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ y1 എന്ന് പറയുന്നത് എന്താണ്? മിനിമമാണ്. മിനിമം ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ, മിനിമം തന്നെ ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ ബാക്കി എല്ലാ റാൻഡം വേരിയബിൾസും ഗ്രേറ്റർ ദാൻ y ആയിരിക്കും. ഓക്കെ, ഇതുപോലെ നേരത്തെ മാക്സിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണെങ്കിൽ എല്ലാ റാൻഡം വേരിയബിൾസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മിനിമം ഓഫ് x1, x2, എക്സെട്ര xn ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ ഓരോ റാൻഡം വേരിയബിളും ഗ്രേറ്റർ ദാൻ y ആയിരിക്കും. കാരണം മിനിമം തന്നെ ഗ്രേറ്റർ ദാൻ y ആണല്ലോ, അപ്പോൾ ബാക്കിയെല്ലാം ഗ്രേറ്റർ ദാൻ y ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനിപ്പുലേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഓക്കെ, മിനിമം ഓഫ് x1, x2, എക്സെട്ര xn ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ ഓരോന്നും ഗ്രേറ്റർ ദാൻ y ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ദാറ്റ് x1 ഗ്രേറ്റർ ദാൻ y ആൻഡ് x2 ഗ്രേറ്റർ ദാൻ y എക്സെട്ര ആൻഡ് xn ഗ്രേറ്റർ ദാൻ y. ഓക്കെ, ഇനി നേരത്തതുപോലെ തന്നെ x1, x2, എക്സെട്ര xn ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ y ആൻഡ് x2 ഗ്രേറ്റർ ദാൻ y
എക്സെട്ര ആൻഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ളത് ഈ പ്രോബബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാം. അതായത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് probability of x1 greater than y into probability that x2 greater than y etc into probability of xn greater than y. അതിൻ്റെ റീസൺ എക്സൈസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പ്രോബബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ y എന്നുള്ളതിന് നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ടേംസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ടേമും, അതായത് പ്രോബബിലിറ്റി ദാറ്റ് x1 ഗ്രേറ്റർ ദാൻ y എന്നുള്ളതിനെ നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ഇൻറ്റു അടുത്തത് പ്രോബബിലിറ്റി ഓഫ് x2 ഗ്രേറ്റർ ദാൻ y 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അങ്ങനെ അവസാനത്തെ ടേം പ്രോബബിലിറ്റി ഓഫ് xn ഗ്രേറ്റർ ദാൻ y ആണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഇനി വാട്ട് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് xi ലെസ് ദാൻ ഓർ ഈക്വൽ ടു y? ഇറ്റ് ഈസ് capital F of x. Okay, therefore you can write each equal to 1 minus f of y, where that f is the distribution function of x1, distribution function of x2 and so on, distribution function of xn. ഇതെല്ലാം സെയിം ആണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. പ്രോഡക്റ്റ് ഓഫ് ദി സെയിം ക്വാണ്ടിറ്റി. therefore you can write this is equal to 1 minus fx of y to the power of n, where fx of y is the distribution function of the original random variable xi. Okay, so in that way you can find the distribution function of y1, which is the minimum. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഈ ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു y. So that you will get f y1 of y, that is density, that is equal to d by dy of 1 minus fx of y to the power of n, and differentiation will yield this result, that is n into 1 minus fx of y to the power of n minus 1 fx of y. Okay, അപ്പോൾ നമ്മൾ മിനിമത്തിൻ്റെ, നേരത്തെ മാക്സിമത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, ഇവിടെ നമ്മൾ മിനിമത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോ വളരെ ഷോർട്ടാക്കാം. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ജനറൽ സ്റ്റാറ്റിസ്റ്റിക്, ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർത്ത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്. വാട്ട് ഈസ് ആർത്ത് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്? YR ഈസ് ദ ആർത്ത് മിനിമം of the original random sample x1, x2, etc. xn. അത് ഇതുപോലെ എളുപ്പമല്ല. അതിൽ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ തൊട്ടടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.